നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. ജീവിതം പരാജയത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പൂജയ്ക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വരാൻ വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഇപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വിളക്ക് കത്തിക്കുന്നതിലും വരുത്തുന്ന മാറ്റമാണ്. ആ മാറ്റം വരുത്തുമ്പോൾ തന്നെ തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതിനുശേഷം നമുക്ക് സ്വയം വീട്ടിൽ ചെയ്യാവുന്നൊരു കർമ്മം, അതായത് ഒരു പൈസ പോലും മുടക്കില്ലാത്ത ചെറിയ ചെറിയ കർമ്മങ്ങളാണ് പറയുന്നത്. അപ്പോൾ പലരും പറയും ഇതെല്ലാം കൂടോത്രം എന്നൊക്കെ പറയും. കാരണം നിങ്ങളുടെയൊക്കെ സമൂഹം അങ്ങനെ വളരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് നവോത്ഥാന നായക ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. കാരണം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയ്ക്കും അതിശക്തമായിട്ട് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതാനുഭവങ്ങൾ സ്വയം മനസ്സിലാക്കുക. നമുക്ക് ഈശ്വരൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ജീവിത വിജയത്തിൻ്റെ ആനുകൂല്യങ്ങൾ അത് നിങ്ങൾ തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഭവനങ്ങളിൽ ചെയ്ത് രക്ഷപ്പെടാവുന്ന അടുത്തൊരു കർമ്മമാണ്. നിങ്ങളുടെ വീടുകളിൽ എല്ലായിടത്തും ഭക്ഷണം വയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്ധ്യാസമയത്ത്, അതായത് രാത്രിയിലേക്കുള്ള അത്താഴം വയ്ക്കുക എന്നാണ് പറയുന്നത്. ആ അത്താഴം വയ്ക്കുന്നത് വൈകിട്ട് അത്താഴം വയ്ക്കുമ്പോൾ, ഇപ്പോൾ ചിലരൊക്കെ രാവിലെ ഒറ്റ പുഴുക്ക് പുഴുക്കിയിട്ട് പിന്നെ രാത്രി ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് പറ്റില്ല. അല്ലാതെ വൈകിട്ട് ഭക്ഷണം വയ്ക്കുന്ന ആളുകൾ, വൈകിട്ട് ചോറ് വയ്ക്കുന്ന ആളുകളാണെങ്കിൽ വൈകിട്ടുള്ള അത്താഴം വെന്ത് കഴിയുമ്പോൾ അത് സാധാരണ രീതിയിൽ വാർക്കുക എന്ന് പറയും. വെള്ളം പോകുന്നതിന് വേണ്ടി വാർത്ത് വയ്ക്കും അമ്മമാർ. അങ്ങനെ വാർത്ത് വെച്ച് കഴിയുമ്പോൾ ആ വെള്ളം പോയതിന് ശേഷം വാർപ്പ് നിവർത്തി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഒരു കീറ്റലെടുത്ത് ഒരു സ്പൂൺ ചോറ് ആ കീറ്റലിൽ വെച്ച് അടുപ്പിൻ്റെ പോട്ടത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. പണ്ടൊക്കെ വിറകടുപ്പായിരുന്നു. അപ്പോൾ വിറകടുപ്പിൻ്റെ മുകളിലായിട്ട് സൈഡിൽ അടുക്കള മുത്തശ്ശി കർമ്മമാണ്. എൻ്റെ അടുക്കള മുത്തശ്ശി എനിക്ക് എന്നും സമൃദ്ധി ഉണ്ടാക്കി തരണേ, എൻ്റെ ഭവനത്തിൽ നിന്ന് ദാരിദ്ര്യവും കടവും ഒന്ന് ഒഴിവാക്കി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ ചോറ് ആ കീറ്റലിൽ വയ്ക്കുക. അടുപ്പിൻ്റെ പോട്ടത്താണ് വെക്കേണ്ടത്. അങ്ങനെ വെച്ച് 24 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു നാഴികയാണ് 24 മിനിറ്റ്, 24 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ പറമ്പിൽ എവിടെയെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് വയ്ക്കുക. സന്ധ്യയ്ക്ക് ശേഷമാണ്, സന്ധ്യാസമയത്ത്, അതായത് സന്ധ്യയ്ക്ക് വയ്ക്കുന്ന ചോറാണ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി കൂടോത്രം ചെയ്തു മന്ത്രവാദം ചെയ്തു എന്നൊന്നും അയൽവക്കക്കാർ കാണാനും പോകുന്നില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭയം മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ ചിലർ കരുതി ഇനി ഗ്യാസ് അടുപ്പാണ്, അതിനെവിടെയാണ് അടുപ്പിൻ്റെ പോട്ടം. ഈ അടുത്തൊരു ദിവസം വന്നപ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിതൊക്കെ കേട്ടു, പക്ഷേ അടുപ്പില്ലല്ലോ, വീട്ടിലെല്ലാം ഗ്യാസ് അടുപ്പാണ്, അപ്പോൾ പിന്നെ എങ്ങനെയാണിത് വെക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഗ്യാസ് അടുപ്പ് തന്നെയാണ്, ഗ്യാസ് അടുപ്പിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി വെച്ചാൽ മതി, അതാണ് അടുപ്പിൻ്റെ പോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറാണെങ്കിലോ ഇൻഡക്ഷൻ കുക്കറിൻ്റെ സൈഡിലായിട്ട് വെച്ചാൽ മതി. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ പരീക്ഷിച്ച് നോക്കി ഞാൻ ഈ പറയുന്ന ജ്യോതിഷം സത്യമോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാം. ഒരു മാസത്തിൽ 3 ദിവസം ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. കാരണം നമുക്ക് ആരെ വേണമെങ്കിലും, ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും ഏതൊരു യുക്തിവാദിയെ വേണമെങ്കിലും പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് നടന്ന് ഈ യുവാക്കളെല്ലാം വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോപ്പേ പ്രൊഫസർ വരെയുണ്ട്. കോ എന്നാൽ കൊതി, പേ എന്നാൽ പേടി. ഇദ്ദേഹം ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് ഇട്ടിരുന്ന ഒരു യുവാവ്, അവൻ യൂറോപ്പിലാണ് ജോലി ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രൊഫസറെ ഇയാൾ വെല്ലുവിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും വെല്ലുവിളിക്കും. കാരണം ജീവിതത്തിൽ 2-3 പ്രാവശ്യം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ രീതിയിൽ ബിസിനസ് ചെയ്ത് തകർന്നടിഞ്ഞപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നില്ല കൈ തരുവാൻ വേണ്ടി. അപ്പോൾ ഈശ്വരൻ്റെ പിന്നിലൂടെ സഞ്ചരിച്ച് തന്നെയാണ് ജീവിതം റിവേഴ്സ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും ആർജവത്തോടു കൂടി തന്നെയാണ് ഈ വെല്ലുവിളികൾ നടത്തുന്നത്. അല്ലാതെ വെറുതെ നിന്നിട്ട് വായെ തോന്നുന്ന കോത പാടുന്ന പോലെ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പൈസ എൻ്റെ കയ്യിലേക്ക് വരുത്താം എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യം എനിക്കില്ല. എൻ്റെ ലക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ജീവിതം തേടി വരുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അത് മനുഷ്യനായിരുന്നിട്ടാണ്. അല്ലാതെ നമുക്കിവിടെ ആൾദൈവ സെറ്റപ്പില്ല, ഞാൻ ആൾദൈവം ആവാൻ ഉദ്ദേശിക്കുന്നുമില്ല. നമുക്ക് യഥാർത്ഥ ഈശ്വരീയ പ്രതീകങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 22 ക്ഷേത്രങ്ങൾ, അത്ഭുത ദേവലോകമാണ് അവിടെ പണിതുയർത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആൾദൈവമാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ആശ്രമം വെച്ച്, കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് വിദ്യകളുണ്ട്,
എനിക്കിങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ കണ്ട് ഭസ്മം ജപിച്ച് കൊടുത്താൽ പോലും ഏതൊരു കാര്യത്തിനും മാറ്റം വരുത്താൻ പറ്റും. ഒരു ചരട് ജപിച്ചു കൊടുത്താൽ മാറ്റം വരുത്താൻ പറ്റും, പഞ്ചസാര ജപിച്ചു കൊടുത്താൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഏതൊരാളെയും നമുക്ക് അടിമകളാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കഴിവുള്ള ആൾ തന്നെയാണ് പറയുന്നത്, നമുക്ക് എല്ലാം ഈശ്വരീയ വഴിയിലൂടെ ഏതൊരു മനുഷ്യനെയും അവരുടെ ജീവിതം അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി, അതാണ് നമ്മുടെ ജ്യോതിഷം. അല്ല കണ്ടിട്ട് അവരുടെ ജീവിതം ഞാനൊരിക്കലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവരവരുടെ ജീവിതം അവരവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. നിങ്ങൾക്കും ഇതേപോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. തിരിച്ചറിവുകളാകണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന ഒരു യാഥാർത്ഥ്യം നിങ്ങൾ വീണ്ടും തിരിച്ചറിയുക. അതിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് വിശ്വാസം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വഴിപാടൊക്കെ അതൊക്കെ ചെയ്യണം. മുകളിൽ അമ്പലങ്ങളുണ്ട്, ഗണപതിയുടെ തന്നെ 8 സംസ്കാരമുണ്ട്, ശിവരുണ്ട്, വടം വയ്ക്കുക. ഇപ്പോൾ 1-2 ദിവസം കൂടെ ഉണ്ട് നോക്കിച്ചപ്പോൾ അതുകൂടെ മാറ്റാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അമ്പലം രാവിലെ തുറന്നാൽ വൈകുന്നേരം വരെ ഉണ്ട്. ആർക്കും വരാം, ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്ന് പോകാനൊരു ഷർട്ട് വരണമെന്നില്ല, ഒന്നുമില്ല. വലിയ ഫീസൊന്നുമില്ല. 1000 രൂപ മാത്രമേ ദക്ഷിണയായിട്ട് വാങ്ങുന്നുള്ളൂ. കുറച്ചൊരു 1-2 ആഴ്ചയായിട്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. വീട്ടിൽ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒന്ന് സാറിനെ വിളിച്ച കാര്യം പറഞ്ഞു, നോക്കി കുറേ 1-2 ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്ത് കളയാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് വലിയ ഫീസൊന്നും ഇല്ല. നമ്മൾ വരുന്നതിൻ്റെ ചിലവ് മാത്രമേ നമ്മൾ കാണുള്ളൂ. 1000 രൂപ മാത്രം ദക്ഷിണ മേടിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ വരുന്ന ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ ഓരോ വഴിപാടുകൾ ചെയ്താണ്. നമ്മുടെ ബീച്ച് ഇഷ്ടപ്രകാരം നടത്തുന്ന വഴിപാടുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം വരും. അത് അനുഭവത്തിൽ വരുമ്പോഴേ അത് എല്ലാവർക്കും അത് മനസ്സിലാവും. പറയുന്നത് ബുദ്ധിമുട്ടില്ല. ഇന്നിപ്പോൾ അത് ഞങ്ങൾ അതിനു വേണ്ടിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. കാരണം ബുദ്ധിമുട്ടല്ല നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണം. നമ്മൾ തിരുവനന്തപുരത്ത് വരുന്നതാണ്. തിരുവനന്തപുരത്ത് ട്രെയിനിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് മൂവാറ്റുപുഴ വന്ന് പെരുമ്പാവൂർ വന്ന് പെരുമ്പാവൂർ മൂവാറ്റുപുഴ വന്ന് അവിടെ നിന്ന് വാഴക്കുളത്ത് വന്ന് വാഴക്കുളത്ത് കണ്ണൂർക്കാട് വന്ന് അവിടെ നിന്നാണ് ക്ഷേത്രത്തിൽ വന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാണ് എന്നിട്ട് നമുക്കത് പ്രശ്നമല്ല. നമ്മളെ കാര്യങ്ങൾ നടക്കണം. കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ സന്തോഷമായിട്ടൊന്ന് കഴിയണം. അതുകൊണ്ട് ചിത്രങ്ങളെ ഉള്ളല്ല. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.